ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ. ഇന്നത്തെ ദിവസം ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പം അന്നത്തെ ദിവസം ഞാനൊന്ന് വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുട്ടികൾ അതിൻ്റെ മുന്നേ ഞങ്ങൾക്കൊന്നും സ്കൂളും കോളേജും ഒന്നും ഇല്ലല്ലോ, ഞങ്ങളൊന്ന് വെറുതെ ഇരിക്കട്ടെ ഉമ്മ എന്നും പറഞ്ഞിട്ട് അവർ വെറുതെ ഇരിക്കുക. പക്ഷെ അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണം. അപ്പോൾ പൊതിച്ചോറ് വേണം. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലുള്ള ഉമ്മമാർക്ക് എപ്പോഴും പണി തന്നെ, പണി. നമുക്ക് ലീവ് ഇല്ല, ഒന്നുമില്ല. ശരി കേട്ടോ എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇനി കുട്ടികളുടെ ആഗ്രഹമല്ലേ എന്ന് വെച്ചിട്ട് ഞാനൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി കുറച്ച് ഇല ആദ്യം വെട്ടി വെച്ചു. കാരണം മഴയൊക്കെ ആണെങ്കിൽ പിന്നെ തോട്ടത്തിൽ പോയിട്ട് ഇല വെട്ടൽ എളുപ്പമല്ല. പിന്നെ ചോറിന് ആദ്യം വേഗം തന്നെ അരി ഇട്ടു. പിന്നെ കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മാമ്പഴ പുളിശ്ശേരിക്ക് നമ്മുടെ വീട്ടിലുള്ള മാങ്ങയൊന്നും ഇല്ലെങ്കിലും കടയിൽ നിന്ന് മേടിച്ച് മാങ്ങയൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ചെറിയ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി. പിന്നെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കിയേക്കണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉണക്കച്ചെമ്മീനും ഉണക്കമുളകും ചെറിയ ഉള്ളിയൊക്കെ വറുത്തെടുത്തു. പിന്നെ പുളിങ്ങി തേങ്ങ കൂടിയിട്ട് അത് അരച്ചെടുത്തു. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ മാമ്പഴ പുളിശ്ശേരി ആയപ്പോൾ അതിന് കടുക് ഇട്ടു. അതിൻ്റെ ഇടയിൽ ചോറും വെന്തു കേട്ടോ. പിന്നെ ഒരു ബീറ്റ്റൂട്ട് തോരനും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് തേങ്ങയും പിന്നെ പച്ചമുളകാണ് ചതച്ചിട്ടത് കേട്ടോ. പിന്നെ മുട്ട പൊരിച്ചതില്ലാതെ പിന്നെ ഒരു എന്താ പറയുക, നമ്മുടെ പൊതിച്ചോറുണ്ടാവില്ല. പിന്നെ കുറച്ച് മത്തി മേടിച്ചു കേട്ടോ. അപ്പോഴത്തെ മത്തിക്കാണെങ്കിൽ നല്ലോണം പഞ്ഞീനുണ്ട്. അപ്പോൾ മത്തി പൊരിച്ചതും പഞ്ഞിമീൻ പൊരിച്ചതും ഒക്കെ ആയിട്ട്, പിന്നെ അതുപോലെ നമ്മുടെ കുറച്ച് ചീനമുളക് ഉപ്പിലിട്ടതുണ്ടായിരുന്നു, മാങ്ങച്ചാറും ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരു അരമണിക്കൂർ അത് പൊതിഞ്ഞ് വെച്ചു. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയാലും തിന്നാൻ നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സമയമുള്ളപ്പോൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ.